മോഹൻലാലിനെ സൂപ്പർ ഹിറ്റാക്കിയ എക്കാലത്തെയും മികച്ച മോഹൻലാൽ ഹിറ്റുകളിൽ ഒന്നായ രാജാവിൻ്റെ മകൻ ആ സിനിമ ഇറങ്ങിയിട്ട് 38 വർഷങ്ങൾ കഴിഞ്ഞു. രാജുമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അങ്കിളിൻ്റെ ഫാദർ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, ഒരു രാജാവാണെന്ന്. കിരീടവും ചെങ്കോലവും സിംഹാസനവും ഉള്ള ഒരു രാജാവ്. പിന്നീട് എന്നെ കാണുമ്പോൾ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു, പ്രിൻസ്, രാജകുമാരൻ, രാജാവിൻ്റെ മകൻ. യെസ്, ഐ ആം എ പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ്, അധോലോകങ്ങളുടെ രാജകുമാരൻ. തമ്പി കണ്ണന്താനത്തിൻ്റെയും ഡെന്നിസ് ജോസഫിൻ്റെയും വിൻസെൻ്റ് ഗോമസ് എന്ന രാജകുമാരൻ വന്നിട്ട് ജൂലൈ 17-ന് ഏകദേശം 38 വർഷങ്ങൾ. മോഹൻലാൽ എന്ന മലയാള സിനിമ കണ്ട എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ പിറന്നിട്ട് 38 വർഷങ്ങളാകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടാവില്ല. മോഹൻലാൽ എടുത്തു പറയത്തക്ക ആകാര ഭംഗിയൊന്നും ഇല്ലാതെ, ശബ്ദ ഗംഭീരമില്ലാതെ, അല്പം സ്ത്രൈണതയുള്ള വില്ലനായി 1980 ഡിസംബറിൽ അരങ്ങേറ്റം കുറിച്ച നടൻ. പിന്നീട് ഒരുപാട് വില്ലൻ വേഷങ്ങൾ. വില്ലനിൽ നിന്നും സ്വഭാവ നടനിലേക്ക്, സഹനടനിൽ നിന്നും നായക വേഷങ്ങളിലേക്ക്, അതും കോമഡി ചെയ്യുന്ന നായക വേഷങ്ങൾ. മലയാള സിനിമയിൽ നായക കഥാപാത്രങ്ങൾ സ്വാഭാവികമായി കോമഡി ചെയ്തു തുടങ്ങിയത് വില്ലനായി അരങ്ങേറ്റം കുറിച്ച മോഹൻലാലിലൂടെയാണ് എന്നത് കൗതുകകരമായ ഒപ്പം വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കോമഡി വേഷങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ആക്ഷൻ വേഷങ്ങളും മോഹൻലാൽ അക്കാലത്ത് ഭംഗിയായി ചെയ്തിരുന്നു. കേവലം 6 വർഷങ്ങൾ കൊണ്ടാണ് മോഹൻലാൽ മേൽപ്പറഞ്ഞ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ച് പതിയെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തത്. ആ നിലയിൽ മോഹൻലാലിന് ലഭിച്ച പ്രേക്ഷക പ്രീതിയുടെ പട്ടാഭിഷേകം ആയിരുന്നു രാജാവിൻ്റെ മകൻ എന്ന സിനിമ. അതെ, മലയാള സിനിമയിലെ പുതിയ സൂപ്പർ സ്റ്റാറായി മോഹൻലാൽ തോള് ചെരിച്ച് നടന്നു കയറിയത് രാജാവിൻ്റെ മകനിലൂടെ ആണ്. അതും തൻ്റെ 26-ാമത്തെ വയസ്സിൽ എന്നതാണെന്ന് ഓർക്കണം. മലയാള സിനിമ ചരിത്രത്തിൽ വേറെ ഒരു നടനും മോഹൻലാലിനെ പോലെ 26-ാം വയസ്സിൽ ഇൻഡസ്ട്രിയുടെ നെടുന്തൂണ് ആയിട്ടില്ല. മോഹൻലാലിന് മുമ്പും ശേഷവും എന്നാണ് മലയാള സിനിമ വിഭജിക്കേണ്ടത്. മോഹൻലാലിന് മുമ്പും മലയാള സിനിമയിൽ ഒരുപാട് നടന്മാർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു നടൻ്റെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം കേരളത്തിലെ തിയേറ്ററുകളിൽ പൂരപ്പറമ്പാകുക, സിനിമ ടിക്കറ്റ് കിട്ടാതെ ആളുകൾ അടുത്ത ഷോയ്ക്ക് വേണ്ടി അപ്പോൾ തന്നെ കാത്തു നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടുതൽ കണ്ടു തുടങ്ങിയത് രാജാവിൻ്റെ മകനിലൂടെ ആയിരുന്നു. മറ്റൊരു അർത്ഥത്തിൽ അത് മോഹൻലാലിലൂടെ ആയിരുന്നു. മോഹൻലാൽ ശരിക്കും ഒരു പുതുമ തന്നെയായിരുന്നു മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും. ഹാസ്യരംഗങ്ങളിലൂടെ പൊട്ടിച്ചിരിക്കുന്ന, കുസൃതി കാണിച്ചും തലകുത്തി മറിഞ്ഞും ഗാനരംഗങ്ങളിൽ ആടിപ്പാടുന്ന, ത്രസിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളിലൂടെ ആവേശം കൊള്ളിക്കുന്ന, വൈകാരിക രംഗങ്ങളിൽ സ്വാഭാവികമായ പ്രകടനത്തിലൂടെ നൊമ്പരപ്പെടുത്തുന്ന മോഹൻലാൽ എന്ന നടനെ മലയാളികൾ മറ്റൊരു നടനും നൽകാത്ത സ്നേഹത്തോടെ, ആദരവോടെ, ഇഷ്ടത്തോടെ നെഞ്ചിലേറ്റി. 40 വർഷങ്ങൾ കഴിഞ്ഞിട്ടും മോഹൻലാലിന് മലയാളികൾക്ക് മടുത്തില്ല. ഇന്നും അവരുടെ വലിയ ഇഷ്ടങ്ങളിൽ ഒന്നാണ് മോഹൻലാൽ. രാജാവിൻ്റെ മകൻ സിനിമയുടെ കഥ തമ്പി കണ്ണന്താനം ആദ്യം പറയുന്നത് അന്ന് 1-ാം സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരു നടനോടായിരുന്നു. 3 സിനിമകൾ എടുത്തു പരാജയപ്പെട്ട തമ്പി കണ്ണന്താനത്തിനോട് പോയി സംവിധാനം പഠിച്ചിട്ട് വരൂ എന്നാണ് അന്ന് ആ നടൻ പറഞ്ഞത്. അന്ന് ആ നടൻ്റെ മുഖത്തു നോക്കി തമ്പി കണ്ണന്താനം തിരിച്ചു പറഞ്ഞത്, ഞാനിത് അവനെ വെച്ച് ചെയ്യും. ആ സിനിമ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ താഴെയായിരിക്കും നിൻ്റെ സ്ഥാനം. ശരിക്കും യാഥാർത്ഥ്യം തന്നെയായി മാറി തമ്പി കണ്ണന്താനത്തിൻ്റെ ആ വാക്കുകൾ. രാജാവിൻ്റെ മകനിലൂടെ സൂപ്പർ താരമായ മോഹൻലാൽ 38 വർഷങ്ങൾക്കപ്പുറം ഈ 2024-ലും മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരമായി നിലകൊള്ളുന്നു. ഇന്നും മോഹൻലാലിലൂടെ തന്നെ മലയാള സിനിമയിൽ വലിയ വിജയ സിനിമകൾ ഉണ്ടാകുന്നു. മലയാള സിനിമ ബോക്സ് ഓഫീസിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്താണെന്ന് കാണിച്ചു തരുന്നു. വിൻസെൻ്റ് ഗോമസ്, മലയാള സിനിമയിലെ ഡോൺ കഥാപാത്രങ്ങളിൽ മുൻനിരയിൽ ഉള്ള കഥാപാത്രം. ത്രസിപ്പിക്കുന്ന സംഘടന രംഗങ്ങളിലൂടെയോ ആക്രോശിക്കുന്ന സംഭാഷണങ്ങളിലൂടെയോ സ്ലോ മോഷൻ രംഗത്തിലൂടെയോ ഒക്കെ വിൻസെൻ്റ് ഗോമസ് എന്ന പവർഫുൾ നായകനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താമെന്നിരിക്കെ അമാനുഷികമായ നായക പരിവേഷത്തിന് ശ്രമിക്കാതെ വളരെ ലളിതമായിട്ടാണ് സംവിധായകൻ അത് ചെയ്തിരിക്കുന്നത്. കാറിൽ നിന്നിറങ്ങി കോടതിയിലേക്ക് കയറിപ്പോകുന്ന വിൻസെൻ്റ് ഗോമസിൻ്റെ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫറെ തീവ്രമായി നോക്കുന്നതിലൂടെ, അതുകണ്ട് ഭയപ്പെട്ട് ഫോട്ടോഗ്രാഫർ ക്യാമറയിൽ നിന്നും ഫിലിം റോൾ എടുത്ത് കളയുന്നതിലൂടെ വിൻസെൻ്റ് ഗോമസ് എന്ന ഡോൺ കഥാപാത്രം എത്രമാത്രം ശക്തനാണെന്ന് സംവിധായകൻ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു.
അധോലോക നായകൻ്റെയും ആഭ്യന്തരമന്ത്രിയുടെയും ശത്രുതയുടെ കഥ പറഞ്ഞ രാജാവിൻ്റെ മകൻ എന്ന സിനിമയ്ക്ക് അന്നുവരെ നമ്മൾ കണ്ട് ശീലിച്ച സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ചില പ്രത്യേകതകളുണ്ട്. കാലങ്ങളായി സിനിമയിൽ കണ്ടു വരുന്ന ക്ലീഷകൾ ആണ് വില്ലൻ്റെ മേലുള്ള നായകൻ്റെ വിജയം. ഇനി നായകൻ ക്ലൈമാക്സിൽ മരിച്ചാൽ പോലും വില്ലൻ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ മരിക്കൂ. മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നായകൻ്റെ നാടകീയമായ നീളൻ സംഭാഷണങ്ങളും പതിവായിരുന്നു. എന്നാൽ ആ ക്ലീഷകളെ, അതായത് ആ മുൻവിധികളെ പാടെ പൊളിച്ചെഴുതുന്നതായിരുന്നു രാജാവിൻ്റെ മകൻ എന്ന സിനിമയുടെ ക്ലൈമാക്സ്. വില്ലൻ്റെ മുമ്പിൽ പരാജയപ്പെടുന്ന അല്ലെങ്കിൽ മരിച്ചു വീഴുന്ന നായകനെയാണ് തമ്പി കണ്ണന്താനവും ഡെന്നീസ് ജോസഫും കൂടി മലയാള സിനിമാ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. ഒരു ആക്ഷൻ ജേണിലുള്ള സിനിമയിലാണ് ഈ വ്യത്യസ്ത സിനിമയുടെ സൃഷ്ടാക്കൾ കൊണ്ടുവന്നത് എന്നത് ഏറ്റവും വലിയ പ്രത്യേകത. നായകനെ പ്രണയിക്കാൻ വേണ്ടി മാത്രം ഒരു നായിക, അത് രാജാവിൻ്റെ മകൻ എന്ന സിനിമയിൽ ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു പ്രത്യേകതയും കൂടിയാണ്. ഒരവസരത്തിൽ വിൻസെൻ്റ് ഗോമസ് നാൻസിയോട് തൻ്റെ പ്രണയം പറയുന്നുണ്ടെങ്കിലും അത് നാൻസി നിരസിക്കുന്നതിലൂടെ അധോലോക നായകനായ കഥാപാത്രം അവിടെയും പരാജയപ്പെടുകയാണ്. സിനിമയുടെ അവസാന തിരശീലയിൽ വിൻസെൻ്റ് ഗോമസ് വെടിയുണ്ടകൾ ഏറ്റു മരിച്ചു വീഴുമ്പോൾ പ്രേക്ഷക ലക്ഷങ്ങളുടെ ഹൃദയത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ജനിക്കുകയായിരുന്നു. രാജാവിൻ്റെ മകൻ എന്ന സിനിമയുടെ ഏറ്റവും വലിയ മേന്മകളിൽ ഒന്ന് അതിൻ്റെ തിരക്കഥയും അതിമനോഹരമായ സംഭാഷണങ്ങളും ആണ്. അതിൽ ചില ഭാഗങ്ങൾ നമ്മൾ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. മൈ ഫോൺ നമ്പർ ഈസ് 2255. അടുത്തത്, വിൻസെൻ്റ് ഗോമസിനെ ചതിച്ചവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. മറ്റൊരു എല്ലാവരും പറയുന്ന ഒരു ഡയലോഗാണ്, മനസ്സിൽ കുറ്റബോധം തോന്നിത്തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. അടുത്തതാണ്, രാജുമാൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു അങ്കിളിൻ്റെ ഫാദർ ആരാണെന്ന്. പണ്ട് വായിച്ചിട്ടുണ്ട് പരിശുദ്ധമായ ഒരു ഗ്രാമം, ആമ്പൽക്കുളങ്ങളും മുക്കുറ്റിപ്പൂക്കളും, കാത്തിരിക്കാൻ ഒരു അമ്മിണിക്കുട്ടി. അങ്ങനെ ഒരു അപ്പും അമ്മിണിക്കുട്ടിയും ഈ ലോകത്ത് എവിടെയെങ്കിലും കാണും. ചിലപ്പോൾ കാണുമായിരിക്കും ഭാഗ്യം ചെയ്തവർ. കുഴപ്പള്ളി തോമ, കൊണ്ടോട്ടി മൂസ, തീപ്പൊരി കേശവൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഏറ്റുപറഞ്ഞിരുന്ന സംഭാഷണങ്ങൾ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ ഭാഗമായ സംഭാഷണങ്ങൾ. അതിൽ രാജുമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, സിനിമയിൽ എത്ര ഗംഭീരമായിട്ടാണ് മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ് ആ ഡയലോഗ് ഡെലിവറി നടത്തിയിരിക്കുന്നത്. പണ്ട് സിനിമകളുടെ ശബ്ദരേഖ ഓഡിയോ കാസറ്റായി ഇറക്കിയിരുന്നു. പാട്ടുകൾ കേൾക്കുന്നത് പോലെ അത് എല്ലാവരും കേൾക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഏറ്റവും ഹിറ്റായ ശബ്ദരേഖകളിൽ ഒന്ന് രാജാവിൻ്റെ മകൻ്റേതാണ്. മോഹൻലാലിൻ്റെ വിൻസെൻ്റ് ഗോമസ് എന്ന കഥാപാത്രത്തെ ഉദ്ദേശിച്ചാണ് രാജാവിൻ്റെ മകൻ എന്ന ടൈറ്റിൽ സിനിമയ്ക്ക് കൊടുത്ത് ഇരിക്കുന്നതെങ്കിലും ശരിക്കും നായക കഥാപാത്രം വിൻസെൻ്റ് ഗോമസ് ആണോ കൃഷ്ണദാസ് ആണോ? അതുപോലെ തന്നെ വില്ലൻ കഥാപാത്രവും ഇവരിൽ ആരാണ്? കാരണം ഈ രണ്ട് കഥാപാത്രങ്ങളെയും നന്മയുടെ പ്രതീകങ്ങളായിട്ടാണ് തിരക്കഥാകൃത്തും സംവിധായകനും കൂടി അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാലിനൊപ്പം രതീഷ്, അംബിക, സുരേഷ് ഗോപി, മോഹൻ ജോസ് തുടങ്ങിയ നടീനടന്മാരും നല്ല പ്രകടനം കാഴ്ചവെച്ചു. രാജാവിൻ്റെ മകനിൽ എടുത്തു പറയേണ്ടത് SP വെങ്കിടേഷിൻ്റെ സംഗീതമാണ്. പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ടു. ഒപ്പം മോഹൻലാലിൻ്റെ കോസ്റ്റ്യൂംസും അന്ന് ശ്രദ്ധിക്കപ്പെട്ടു. IV ശശി, ശശികുമാർ, പ്രിയദർശൻ, സത്യനന്ദിക്കാട് തുടങ്ങിയവരുടെ സിനിമകൾ മോഹൻലാൽ എന്ന നടനെ ജനപ്രിയൻ ആക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിലും രാജാവിൻ്റെ മകൻ എന്ന സിനിമയാണ് മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയത്. 1986 ജൂലൈയിൽ വെറും 2 ആഴ്ചകളുടെ ഇടവേളയിലാണ് മോഹൻലാലിൻ്റെ രണ്ട് ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ റിലീസായത്. അതും 2 വ്യത്യസ്ത ജേണലിൽ കാറ്റഗറിയിൽ ഉള്ള സിനിമകൾ. ഒന്ന് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും രണ്ടാമത്തേത് രാജാവിൻ്റെ മകനും. മലയാള സിനിമയിൽ ആക്ഷൻ ജേണിലുള്ള സിനിമകളിൽ മുൻനിരയിൽ തന്നെ രാജാവിൻ്റെ മകനുണ്ട്. ആക്ഷൻ മൂഡിലുള്ള സിനിമകളുടെ കുത്തൊഴുക്കിന് കാരണമായത് രാജാവിൻ്റെ മകൻ എന്ന സിനിമയുടെ മികച്ച ബോക്സ് ഓഫീസ് വിജയം തന്നെയാണ്. 38 വർഷങ്ങൾക്കിപ്പുറവും രാജാവിൻ്റെ മകൻ എന്ന സിനിമയും വിൻസെൻ്റ് ഗോമസ് എന്ന കഥാപാത്രവും ഡയലോഗുകളും ഇന്നും മായാതെ നിൽക്കുന്നു പ്രേക്ഷക മനസ്സിൽ. ഒപ്പം കമേഴ്ഷ്യൽ സിനിമയുടെ അപ്പോസ്തലനായി മോഹൻലാലും.